എന്താലേ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെ പോലും വെറുതെ വിടുന്നില്ല, ഒരു കാരണവുമില്ലാതെയാണ്. ഞാനൊരു ഫോട്ടോ ഇവിടെ കാണിക്കാം. ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുണച്ച എല്ലാവർക്കും നന്ദി, അടപടലും മൂഞ്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പിണറായി വിജയനോടൊപ്പം ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, അബ്ദുൽ നാസർ മഅദനി, അപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖർ, മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി, അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോൾ ആലോചിച്ച് നോക്കൂ, മറ്റുള്ളവരൊക്കെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇതിലിപ്പോൾ അബ്ദുൽ നാസർ മഅദനി PDP, അവർ ഈ പറയുന്നത് പോലെ CPM-ഉമായി ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ BJP RSS നേതാവാണ്. അതേപോലെ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി SDP-യുടെ നേതാവാണ്. വെള്ളാപ്പള്ളി നടേശനും ഇതേപോലെ ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇതൊന്നുമല്ലാത്ത കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടുവന്ന് കണ്ട് നോക്കൂ, കാന്തപുരത്തിൻ്റെ അടുത്ത് ഇതിന് ശരിക്ക് മറുപടി ഇപ്പോൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു പ്രസ്താവന ഇലക്ഷൻ്റെ വോട്ടെണ്ണലിൻ്റെ തലേ ദിവസം ഉണ്ടായിരുന്നു. ആരും അതിര് കവിഞ്ഞുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനം മാന്യമല്ലാത്ത രീതിയിലൊന്നും നടത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു. നോക്കൂ, ഇതൊക്കെ എന്താണ് കാന്തപുരത്തിനെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്? ആരാണ് കാന്തപുരത്തിൻ്റെ അടുത്ത്? എത്രയോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, UDF-ൻ്റെ സ്ഥാനാർത്ഥികൾ, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട്. അദ്ദേഹം അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ശരിക്കും ഇവർ പറഞ്ഞ് ഇതൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് എന്ന് പറയാൻ, ഇങ്ങനെ ചെയ്യുന്നതിനെ നഖശിഖാന്തം പ്രസ്താവനയിലൂടെ എതിർക്കാൻ ഇതുവരെ ഒരാളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കേട്ടോ. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ആശീർവാദം വാങ്ങി അത് സോഷ്യൽ മീഡിയയിലിട്ട എത്രയോ UDF-ൻ്റെ MLA-മാർ ഇന്ന് ജയിച്ചു കയറിയിട്ടുണ്ട്. എന്നാൽ കാന്തപുരം വിഭാഗം ഏതെങ്കിലും തങ്ങളുടെ അടുത്തേക്ക് വന്ന MLA ജയിച്ചതിൽ ഇത് ഞങ്ങളെക്കൊണ്ട് ജയിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അവകാശവാദവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ സംഘടനയിൽ കോൺഗ്രസും ഉണ്ട്, ലീഗും ഉണ്ട്, മാർക്സിസ്റ്റും ഉണ്ട്, ഈ പറയുന്നത് പോലെ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സകലമാന പാർട്ടിക്കാരുമൊക്കെ ഉള്ള, പക്ഷേ അദ്ദേഹം ഒരു മതസംഘടനയുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മണ്ണാർക്കാട് അദ്ദേഹത്തിൻ്റെ സംഘടനയിലെ ചില ആളുകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പണ്ട് നടത്തിയ പ്രതികരണം മാത്രം എടുത്തു വന്നുകൊണ്ടാണ്. നോക്കൂ, ഇപ്പോൾ അടുത്ത കാലത്ത് പോലും ഇലക്ഷൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി വോട്ട് ചോദിച്ചവർ, ആശീർവാദം വാങ്ങിയ പാർട്ടി ജയിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ ഈ കോലത്തിൽ ഇകഴ്ത്തിക്കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തടിസ്ഥാനമാണ് ഇതിനൊക്കെ ഉള്ളത്? ഇതിനെതിരെ പറയേണ്ടത് ആരാണ്? ഇതിനെ നിലക്ക് നിർത്തേണ്ടത് ഈ പറയുന്ന UDF-ലെ ജയിച്ചു വന്ന, കാന്തപുരത്തിൻ്റെ അടുത്ത് പോയ ഇപ്പോൾ ജയിച്ചു വന്ന MLA-മാർക്കൊരു പ്രസ്താവന കൊടുക്കാൻ, സ്വന്തം അണികൾക്ക് ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന കൊടുക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുമോ എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ മൂകമായി മൗനമായി നിൽക്കുകയാണ്. അതിൽ വലിയ കപടതയുണ്ട്. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ അടുത്ത് ആർക്ക് ചെന്നാലും അദ്ദേഹത്തെ കാണാനും സലാം പറയാനും സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവല്ല എന്നും അറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിണറായി വിജയനോടൊപ്പവും മറ്റു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളോടൊപ്പം രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നവർക്ക് വിമർശനങ്ങൾ സ്വാഭാവികമാണ്. ആ നിലക്ക് നോക്കുമ്പോൾ എന്താണ് കാന്തപുരത്തിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവരെ വെക്കാനുള്ള? ഇവരുടെ മനസ്സിൻ്റെ വെറുപ്പിൻ്റെ, സംഘടനാ സങ്കുചിതത്വത്തിൻ്റെ മാത്രം പേരിൽ വരുന്നതാണ് എന്നുള്ളത്, രാഷ്ട്രീയ വെറുപ്പാണ് എന്നുള്ളത് കൂടി അടിവരയിട്ട് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ഫോട്ടോ നിർമ്മിക്കാൻ, ഇങ്ങനെയൊക്കെ കുപ്രചരണങ്ങൾ നടത്താൻ തയ്യാറായാൽ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ മാനങ്ങൾക്കൊക്കെ എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് എന്ന് നിങ്ങളെ വിശ്വസിച്ച് വോട്ട് നൽകിയ ആ സംഘടനയിലെ ആളുകളുണ്ടാവും. അവരൊക്കെ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ചോദിച്ചു പോകുന്നത്.